കേരളം ഒരു കടക്കണിയിലാണോ? നോ. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 10 വർഷം നോക്കണുള്ളൂ. അതിക്ക് മുമ്പുള്ള ഒരു 5 വർഷം കൂടി നോക്കി നിന്ന് കണക്ക് മാറി വന്നാണ്. 2004 നമ്മുടെ GDP-യുടെ 42% കടബാധ്യത. അതിപ്പോ 39% ഉള്ളൂ. കൂടിയൊന്നുമില്ല. ഇപ്പത്തുള്ളൂ. അന്നാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് വർധന. ധവളപത്രം വായിച്ചപ്പോ ചില കാര്യങ്ങൾ ഉറപ്പായി. ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. കേരളത്തിലെ പശ്ചാത്തല സൗകര്യ കുതിപ്പിന് കടിഞ്ഞാൻ വീഴാൻ പോവുകയാണ്. ശമ്പള പരിഷ്കരണം ഉണ്ടാവില്ല. 10 വർഷത്തിനിടയിൽ ഒരിക്കൽ മതി. റിട്ടയർമെന്റ് പ്രായം ഉയർത്തും. ക്ഷേമ പെൻഷൻ ഇനി വീട്ടിൽ കൊണ്ടുതരില്ല. അത് ആധാർ ലിങ്ക്ഡ് ആയിട്ട് അക്കൗണ്ടിലെത്തുള്ളൂ. ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാവും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും സ്വകാര്യവൽക്കരിക്കും, പൂട്ടുവീഴും. കേരളം വലിയൊരു തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ പോയി. കാരണം ഇതൊക്കെ നടപ്പാക്കുന്നതിന് സാമ്പത്തിക സ്ഥിതി സമ്മതിക്കുന്നില്ലെന്ന ധവളപത്രത്തിൽ പറയുന്ന ചുരുക്കം. അതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയാം. ഞാനിപ്പോ അവതരണത്തെ ഘട്ടത്തിൽ അത് ചെയ്യുന്നില്ല. പണം എങ്ങനെ കണ്ടെത്താം? അതിന് LDF സ്വീകരിച്ച രീതികളൊന്നും ശരിയല്ല എന്ന് വാദിച്ചു വെച്ചു. ഇനി എന്താ? മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. 25,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കും. 15,000 കോടി രൂപയുടെ സ്വർണത്തിൽ നിന്നുള്ള GST മാത്രം, ബാക്കിയൊക്കെ ഞങ്ങൾ വേറെ. ഈ സമിതിയിലെ അംഗമായിരുന്ന പ്രൊഫസർ D നാരായണ, എന്റെ സഹപ്രവർത്തകന, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് IGST-ൽ ഒരു 20,000 കോടി രൂപയുടെ നഷ്ടം ആദ്യത്തെ 5 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് സംവിധാനം ചെയ്ത് തിരിച്ചെടുക്കും. ഇതൊക്കെ പറഞ്ഞിരുന്നേ. എന്തെങ്കിലും ഒരു നിർദ്ദേശത്തെ കുറിച്ച് പരാമർശമുണ്ടോ? അവസാനത്തെ അധ്യായം വിശകലനം എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളതിനെ കുറിച്ചാ. പണമില്ലെങ്കിലേ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം? ധവളപത്രത്തിലെ വിശകലനം മുഴുവൻ വേണ്ടത്ര പണമില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് സ്ഥാപിക്കാനോ? സാമ്പത്തിക അച്ചടക്കമില്ലായ്മയായിരുന്നു നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ സാക്ഷ്യപത്രങ്ങള്? റവന്യൂ കമ്മി കൂടിക്കൊണ്ടിരിക്കുന്നു, കുറയുന്നില്ല. ധനക്കമ്മി, അത് കുറയുന്നില്ല. എന്ന് മാത്രമല്ല, ക്യാഷ് ബാലൻസ് അതിപ്പോ അവസാന ദിവസം 6,000 കോടി രൂപ മാർച്ച് അവസാനം ഉണ്ടായെങ്കിലും അതൊക്കെ ഒരു ദിവസത്തെയാണ്. പക്ഷെ ഇതിപ്പോ ഒരു 2-3 വർഷക്കാലം, 4-5 വർഷക്കാലത്തെ മാസമുള്ള ക്യാഷ് ബാലൻസ് പരിശോധിച്ചിട്ട് ക്യാഷ് ബാലൻസ് മൈനസാണ് പലപ്പോഴും. വലിയ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതെ വന്നാൽ പിന്നെ ചെയ്യുന്നൊരു മാർഗം റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയാണ്. ആദ്യം SDF-ന്ന് വായ്പ എടുക്കാം. അതുകൊണ്ടും ഒരു 2,000 കോടി രൂപ തികഞ്ഞില്ലെങ്കിൽ പിന്നെ ബേസ് ആൻഡ് മീൻസ് വായ്പ എടുക്കാം. അതുകൊണ്ടും തികഞ്ഞില്ലെങ്കിൽ പിന്നെ ഓവർ ഡ്രാഫ്റ്റിൽ പോകാം. ഇതൊക്കെ എന്ത് ഭയങ്കര പാതകമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്, അച്ചടക്കമില്ലായ്മയായിട്ട്. അങ്ങനെയും വീക്ഷിക്കാം കേട്ടോ, അങ്ങനെയും വീക്ഷിക്കാം. എന്ന് വെച്ചാലേ, നാട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനാ? ഈ അച്ചടക്കത്തിനാ, ഈ കൈവായ്പ പോലും എടുക്കാതിരിക്കുന്നതിനാ. എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാട്ടോ. കോവിഡ് കാലം, ആ വർഷമാണ് ഏറ്റവും കൂടുതൽ ദിവസം ബേസ് ആൻഡ് മീൻസും കടത്തിലും ഓവർ ഡ്രാഫ്റ്റിലും പോയിട്ടുള്ളത്. എന്താ കാര്യം എന്നറിയാം?
എന്റെ ഫിനാൻസ് സെക്രട്ടറിയോട് പറഞ്ഞതേ, ഒരു ദിവസം ഇത് പ്ലസ് ആയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചെലവാക്കിക്കോണം. നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ പണമില്ല. കേരളത്തിന്റെ ഈ നയം മൂലം ഇവരിപ്പോ വിമർശിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും കടബാധ്യതയിലായി. ബേസ് ആൻഡ് മീൻസ് ഇന്ത്യയിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് അറിയണോ? അതും കൂടി അറിയണം. ഈ കോവിഡ് കാലത്ത് 3 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ട്രഷറിയിൽ ചെലവാക്കാതെ കിടന്നത്. ഇന്ത്യ സർക്കാർ വായ്പ എടുക്കാൻ അനുവദിക്കും. 5% വരെ വായ്പ അനുവദിച്ചു എടുക്കുന്നു, 7% പലിശക്ക്. അതങ്ങ് ട്രഷറി ചെലവാക്കും. വായ്പ എടുത്ത പണം മൂലധന ചെലവിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് തത്വം. അതിൽ വിശ്വസിച്ച് പണം ചെലവാക്കാതൊക്കെ വെച്ചിരിക്കുക. 1ഉം 2ഉം അല്ല, 3 ലക്ഷം കോടി രൂപ. അഭിമാനത്തോടെ ഞാൻ പറയണു, കേരളമാണ് ഒരു സംസ്ഥാനം എല്ലാ ദിവസവും ഡെഫിസിറ്റിൽ കിടന്നത്. അതിന്റെ ഫലം എന്താ? നാട്ടിലൊരു മുട്ടുണ്ടായില്ല പാവങ്ങൾക്ക്. ഏതിനാ നിങ്ങളുടെ മുൻഗണന? ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നതിനാണോ? ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്നതിനാണോ? മറ്റ് സ്കൂളും ആശുപത്രി എല്ലാം മുട്ടില്ല നടപ്പാക്കുന്നതിനാണോ? അതോ ഈ ധവളപത്രത്തിൽ പറയുന്ന അച്ചടക്കത്തിനാണോ? ഇതാണ് ചോദ്യം പ്രായോഗികമായിട്ടോ. അപ്പോ ഇതിലാണ് ഊന്നൽ. ഇതാണ് ധവളപത്രത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഡെവലപ്മെന്റലല്ല, ഒരു ധനയാഥാസ്ഥിക സമീപനത്തിൻ്റെതാണ്. രണ്ടാമത്തേത്, സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം വേണ്ടത്ര വർദ്ധിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ഒത്തിരി കണക്കുകളുണ്ട്. ഞാനിപ്പോ കണക്കുകൾ ഓരോന്നിനും എടുക്കുന്നില്ല, അതൊക്കെ ശരിയുണ്ട് താനും. നമ്മുടെ GDP-യുടെ ശതമാനമായിട്ട് നികുതി വരുമാനമോ തനത് വരുമാനമോ മൊത്തം റവന്യൂ വരുമാനം കണക്കാക്കി കിട്ടണമെങ്കിൽ നമ്മൾ കൂടുകയല്ല, കുറയുന്നത്. ശരി, ഇതൊക്കെ ശരി തന്നെ. അങ്ങനെ ആയിരിക്കുമ്പോഴേ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിൽ ഈ തനത് വരുമാനം 75% വരുമെന്ന് ആ ഒരു തോതില്ല. നമ്മുടെ തനത് വരുമാനത്തിൽ കേന്ദ്രം തരുന്നത് എത്ര, നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എത്ര? 75% സംസ്ഥാനം ഉണ്ടാക്കുന്ന, 25% കേന്ദ്രം തരുന്നുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങൾക്ക് 50% കേന്ദ്രം കൊടുക്കുന്ന. നമ്മുടെ ധനപ്രതിസന്ധിയുടെ മർമ്മം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. ഇങ്ങനൊരു കാഴ്ചപ്പാട് UDF-നും ഇല്ല, ധവളപത്രക്കാർക്കും ഇല്ല. അപ്പോ പറഞ്ഞേക്കാം, ഫിനാൻസ് കമ്മീഷന്റെ തീർപ്പല്ലേ, ശരിയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ മോശം ചെയ്തു, പക്ഷെ കുറഞ്ഞു പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കേന്ദ്രം മറ്റ് ഗ്രാന്റുകളുണ്ട്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. അത് മൊത്തത്തിലെടുത്താൽ ഇന്ത്യയിൽ ഇതിനൊക്കെ വേണ്ടി കേന്ദ്രം ചെലവഴിക്കുന്ന തുകയുടെ 1.9% വരുള്ളൂ. ഈ അവഗണനക്കെതിരായിട്ട് എന്തൊന്നും പറയാത്തെ? PMCയുടെ പേര് പറഞ്ഞ് സർവശിക്ഷാ അഭിയാന്റെ പണം തരാത്തത് തെറ്റാണ്. കേന്ദ്രം ഇതെല്ലാം കുടിശ്ശികയാക്കി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയണ്ടേ? ഇവിടത്തെ നയപ്രഖ്യാപനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രത്തിനെതിരായിട്ട് ഒരു വാചകം ഉണ്ടാവും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമുണ്ടാ ഇവര്. BJP-ക്കെതിരായിട്ട് BJP സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പോരാണ്ടവരാ. നയപ്രഖ്യാപനത്തിൽ ഇത് നയം ഉൾപ്പെടുത്തുന്നില്ല. എന്നാ പിന്നെ ഇവിടെ ഉണ്ടോ? പരാമർശമുണ്ട്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഒരു പാരഗ്രാഫ് ഉണ്ട്, അങ്ങനെ ചില പരാമർശങ്ങൾ അവിടെ ഇവിടെയുണ്ട്. പക്ഷേ UDF-ന്റെ സംസ്ഥാന ധനകാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ കേന്ദ്രത്തിന്റെ അനീതിയും BJP-യുടെ നയങ്ങളും വരുന്നില്ല. വളരെ മൃദുവായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാന വിമർശനം. എടുത്തു വായിച്ചു നോക്കിക്കോളൂ. ഇത്രയും പരാവാരം എഴുതിയപ്പോ കേന്ദ്രത്തിന്റെ സമീപനത്തെക്കുറിച്ച് എന്ന് മാത്രമല്ല, കിഫ്ബിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പിന്താങ്ങുകയാണ്. കേരളം കടക്കണിയിലൊന്നുമല്ല എന്ന് പറയാതെ പറഞ്ഞു. കടത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പലിശ ഭാരം ഇങ്ങനെ കൂടുന്നു,
പഴയ കടത്തിന് തിരിച്ചടവ് പുതിയ കടത്തേക്കാൾ കൂടുതൽ ചില വർഷങ്ങളിൽ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കേരളം ഒരു കടക്കണിയിലാണോ? നോ. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 10 വർഷം നോക്കണുള്ളൂ. അതിക്ക് മുമ്പുള്ള ഒരു 5 വർഷം കൂടി നോക്കി നിന്ന് കണക്ക് മാറി വന്നാല് 2004 നമ്മുടെ GDP-യുടെ 42% കടബാധ്യത. അതിപ്പോ 39% ഉള്ളൂ. കൂടിയൊന്നുമില്ല. 30 അന്നാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് വർധന. അപ്പൊ ഈ കടം ഇത്രയും ഉണ്ട്. ഈ കടപ്പേടിയെല്ലാം ഉണ്ടാക്കിയിട്ട് സംഗതി ശരിയാ. കടം മേടിച്ചാൽ ആസ്തി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ കടം മേടിക്കുന്നതിന് നല്ല പങ്കും ശമ്പള ചെലവിനും ബാക്കിയുള്ളതിനൊക്കെയാണ് പോണേ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, വിദ്യാഭ്യാസത്തിന് മുടക്കുന്ന പണം റവന്യൂ ചെലവായിട്ട് കണക്കാക്കണോ മൂലധന ചെലവായിട്ട് കണക്കാക്കണോ? നമ്മളും മനുഷ്യന്മാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടക്കിയിട്ടുള്ള മുതൽ മുടക്കിന്റെ ഫലമായിട്ട് അവർ പുറത്തു പോയിട്ട് പണം സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനത്തിൽ ഈ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുണ്ട്, ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമുക്കിങ്ങനെ വിദ്യാഭ്യാസം ആരോഗ്യം ഇതിനൊക്കെ വലിയ ചെലവുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ശമ്പളത്തിന്റെ ഏതാണ്ട് പാതി വിദ്യാഭ്യാസത്തിനല്ലേ. അത് വേണ്ടെന്ന് പറഞ്ഞാൽ ശമ്പളത്തിന്റെ തോത് കുറഞ്ഞു. അത് നമ്മൾ വേണമെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് റോഡിനും പാലത്തിനും ഒക്കെ ഈ ധവളപത്രത്തിൽ പറയുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങൾ മുടക്കുന്ന അത്രയും പണം നമ്മൾ മുടക്കണില്ല. ശരി, ഇത് ശരിയായതുകൊണ്ടാണ് കിഫ്ബി ഉണ്ടാക്കിയത്. ബഡ്ജറ്റിൽ 1.4% 5% വെച്ച് ബഡ്ജറ്റിന്റെ നമ്മൾ നീക്കി വെച്ച് റോഡിനും പാലമൊക്കെ പണിയാൻ വേണ്ടി ഉപയോഗിച്ചാലേ ഇന്നിപ്പോ കിഫ്ബി പണിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു 25 വർഷം വേണ്ടി വരും. അത് ലോകം മാറിപ്പോകുന്നു. എന്തെങ്കിലും വന്നാൽ പോരെ, ഇന്ന് വേണം, എന്നാലേ കേരളത്തിന്റെ കുതിപ്പിന് അടിത്തറയാവാൻ പറ്റൂ. അതിന് മാർഗം എന്താ? സംസ്ഥാന സർക്കാരിന് പറ്റില്ല. അപ്പൊ നമ്മളൊരു ഏജൻസി ഉണ്ടാക്കി കിഫ്ബി, അവര് വായ്പ എടുത്ത് പണിയും. എന്ത് പണിയുമെന്നുള്ളത് സർക്കാർ തീരുമാനിക്കും. അത് വായ്പ എടുത്തവർ പണിയും. അവരെങ്ങനെ വായ്പ എടുക്കണേ? അവർക്ക് നികുതിയുടെ മോട്ടോർ നികുതിയുടെ പകുതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാവി ഓരോ വർഷവും ഉണ്ടാകാൻ പോകുന്ന വരുമാനം കണക്കൂട്ടി കാണിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ നിന്ന് വായ്പ എടുക്കാം. ഇപ്പോ ഈ ധവളപത്രത്തിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബോണ്ട് ഇറക്കുന്നതിനെ കുറിച്ച് വേണമെന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റി കൈ നീട്ടുമ്പോ ബോണ്ടിന് ഏതെങ്കിലും ബാങ്ക് പണം നൽകുന്നത് എന്തുകൊണ്ടാ? മുനിസിപ്പാലിറ്റിക്ക് എല്ലാ വർഷവും സർക്കാരിൽ നിന്ന് ഗ്രാന്റ് കിട്ടും. ആ ഗ്രാന്റ് കിട്ടുമ്പോൾ ഞങ്ങൾ ഈ വായ്പ കെട്ടുകിടകായിട്ട് അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞ് വായ്പ എടുക്കുന്നതാ. ദേ ആർ സെക്യൂരിറ്റൈസിങ് ദ ഫ്യൂച്ചർ ഇൻകം ഫ്ലോ. ഇത് തന്നെ ഇവിടെ ഇതെന്ത് ബാധ്യത ഉണ്ടാക്കും? ഒരു ബാധ്യത ഉണ്ടാക്കുന്നില്ല. നിയമപ്രകാരം കൊടുക്കാന്ന് പറഞ്ഞാൽ പണം കൊടുത്തേച്ചാൽ മതി. ആ തിരിച്ചടവ് ചെയ്യുന്ന പണം വായ്പ എടുക്കത്തുള്ളൂ. ഈ BJP വന്ന് 4-ാം വർഷം എത്തണ വരെ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഇതുപോലുള്ള സംവിധാനം വഴിയെടുത്തിരുന്ന വായ്പയെ കുറിച്ച് ആരെങ്കിലും തർക്കം ഉന്നയിച്ചിട്ടുണ്ടോ? ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ അവകാശവാദം CAG പറയുന്നതിന് മുമ്പ് താനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. CAGക്ക് സൂത്രം പറഞ്ഞു കൊടുത്ത അദ്ദേഹമാണെന്നാണ്. ഇത്രയും നാള് കഴിഞ്ഞ 10 വർഷം LDFന്റെ ഭരണകാലത്ത് മുടക്കമില്ലാതെ നൽകിയില്ലേ? അതിന്റെ ഫലമായിട്ട് ആ തുകക്കുള്ള പ്രൊജക്ടുകളാണ് തുടങ്ങിയിരിക്കുന്നത്. എത്ര വിസ്മയകരമായ മാറ്റമാണ്. ഇപ്പോ വലിയ വിമർശനങ്ങളെ വെച്ചിരിക്കുന്നത്. ഒന്ന്, ഒരു CEO എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് വെച്ചത് ശരിയല്ല. ഇനി ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാ? ഇത് സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വായ്പ എടുക്കുകയും തിരിച്ചടക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അതിനൊക്കെ അപ്പപ്പ ഉത്തരവുകൾ ഇറക്കണം, ഗ്യാരണ്ടി നിൽക്കണം, ചെയ്യണം. അതിന് ഫയലായിട്ട് സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് ഈ കാര്യം ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടല്ലത്. അതിന് ഫിനാൻഷ്യൽ സ്ഥാപനം എങ്ങനെ നടത്തണമെന്ന് ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഫയലിൽ സെക്രട്ടേറിയറ്റിൽ പോയി ഇതൊക്കെ തീരുമാനിച്ചവരാന്ന് വെക്കുന്നത്.
അതല്ലെങ്കിൽ വേറെ പറയുന്നത് എന്താ, ഭരണഘടനാ വിരുദ്ധമാണ്, എല്ലാ പണവും കൺസോൾട്ടേറ്റീവ് ഫണ്ടിൽ വന്നം അല്ലാതെ പോകണമെന്ന്. എന്തൊരു വിഡിത്തം ഈ പറയണേ. നികുതി സർക്കാരിൽ വന്ന് ട്രഷറി വന്നതിന് ശേഷമാണ് അതിന്റെ പാതി കിഫ്ബിയിലേക്ക് പോണത്. ഇതുപോലെ റൂൾസ് ഓഫ് ബിസിനസ്സിന് എതിരാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതമാണ് കേട്ടോ. പണ്ഡിതന്മാരായിരിക്കും ഇതൊക്കെ ചെയ്തത്, യഥാർത്ഥത്തിൽ അവരായിരിക്കില്ല, ഇവിടത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കും. കാരണം ഞാനും ധനമന്ത്രിയായിരുന്നല്ലോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇതൊക്കെ കയ്യിൽ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓൾവേസ് ടെൻഷൻ. റൂൾസ് ഓഫ് ബിസിനസ്സിന് എങ്ങനെ എതിരാവുന്നു? റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോ കിഫ്ബിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില പാരഗ്രാഫുകളൊക്കെ ഉണ്ട്. പക്ഷെ അവസാനം വരുമ്പോ ഇതിന്റെ ഒരു കാലം തീരുന്ന മട്ട. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ചോദ്യം വരുന്നത്, ഇതെങ്ങനെയാണ്, എന്താ സംഭവിക്കാൻ പോണത്? വേണ്ടതേ നാട്ടിലെ ആൾക്കാരുടെ ക്ഷേമം, നാട്ടിലെ ഈ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ആ വേവലാതിയൊന്നും BJPക്ക് ഇല്ല കേരളത്തെ സംബന്ധിച്ചോളം. നമ്മളൊരു ഫൈറ്റിലാണ് കേട്ടോ. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ഓരോ ഉടക്കിനും മറികടക്കാനുള്ള സമീപനം കൈക്കൊള്ളണം. അത്തരത്തിലുള്ളൊരു ഫൈറ്റ് ഇല്ല. കേന്ദ്രത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങി വർത്താനം പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ധവളപത്രം ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഈ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പശ്ചാത്തല സൗകര്യ നിർമ്മാണം അത് വലിയ മന്ദഗതിയിലാവും. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ സ്വകാര്യവൽക്കരണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ചുരുക്കം.